ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്, അതായത് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു AI ഫീച്ചറാണ്. അതായത് പെർപ്ലെക്സിറ്റി ഓഫ് AI എന്ന് പറയുന്ന ഒരു AI ടൂളിനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിസർച്ച് ടൂളാണ്. പ്രത്യേകിച്ച് ഗൂഗിളിനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു AI ടൂൾ, അല്ലെങ്കിൽ ഗൂഗിളിനേക്കാളും അപ്പുറം വരുന്നൊരു AI ടൂളായിട്ട് പെർപ്ലെക്സിറ്റി മാറിയിട്ടുണ്ട്. ഈ പെർപ്ലെക്സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനാണ്, അരവിന്ദ് ശ്രീനിവാസ്. പുള്ളിക്കാരൻ തന്നെയാണ് അതിൻ്റെ CEO. പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭാവിയിൽ ജോലിയൊന്നും ഇല്ലാതെയാവും ഈ കോമറ്റ് കാരണം. കോമറ്റിൻ്റെ ഈ ഒരു കോമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർപ്ലെക്സിറ്റിയുടെ ഒരു ബ്രൗസറാണ്. അത് ഭയങ്കര പവർഫുള്ളായുള്ളൊരു AI ബ്രൗസറാണ്. AI അസിസ്റ്റൻ്റുള്ള ഒരു ബ്രൗസറാണ്. സാധാരണ ഒരു ബ്രൗസർ പോലെയല്ല, ഇപ്പോൾ ഗൂഗിള്, മൈക്രോസോഫ്റ്റ് പോലെയല്ല. പെർപ്ലെക്സിറ്റിയുടെ ഈ കോമറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു എജൻറ്റിക് AI ബ്രൗസറാണ്. കാരണം അതിലുള്ള AI അസിസ്റ്റൻസ്, അത് AI ഏജൻസ് നമുക്ക് അസിസ്റ്റൻ്റ് പോലെ വർക്ക് ചെയ്യും. അതാണ് അരവിന്ദ് ശ്രീനിവാസ് പറയുന്നത്, നമുക്ക് ഭാവിയിൽ കമ്പനിയിലൊന്നും ജോലിക്കാരുടെ ആവശ്യം വേണ്ടി വരില്ല. ഈ AI അസിസ്റ്റൻ്റ്, ഈ കോമറ്റിൻ്റെ AI അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആയുള്ള എല്ലാ ജോലികളും ചെയ്യാൻ പ്രാപ്തമായ രീതിയിലുള്ള ഒരു അസിസ്റ്റൻ്റായി മാറും. ഭാവിയിൽ അത് കോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെയൊക്കെ ജോലികളൊക്കെ സ്വയം ചെയ്യും എന്നൊക്കെയാണ് അരവിന്ദ് ശ്രീനിവാസ് പറയുന്നത്. അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ കറൻ്റ്ലി കോമറ്റിൽ ഉണ്ട്. അതിൽ 2-3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിലൊക്കെ മാനേജ് ചെയ്യും. അനാവശ്യമായ ഇമെയിൽസൊക്കെ റിമൂവ് ചെയ്യാൻ, ജിമെയിൽസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ കലണ്ടറിൽ പുതിയ ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും മീറ്റിങ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെ റിമൈൻഡ് ചെയ്യും. ഒരു അസിസ്റ്റൻ്റായിട്ട് നമുക്ക് നമ്മളോട് ഒപ്പം ഉണ്ടാവും, ഒരു AI അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ കോമറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് പകരമായിട്ട് AI അസിസ്റ്റൻ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യും. നമ്മുടെ റെസ്യൂമിലത്തെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യും. അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പോലെ തന്നെ, നമ്മൾ മനുഷ്യന്മാർ ജോലിക്ക് അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഒരു AI അസിസ്റ്റൻ്റ് നമുക്ക് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉപയോഗിച്ചിട്ട്. ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ആ ഫീച്ചറിലേക്ക് കിടക്കാം. ഹലോ ഗെയ്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോമറ്റ് എന്ന് പറഞ്ഞ ബ്രൗസർ. കോമറ്റ് ബ്രൗസറാണത്. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിലവിൽ. അതിൽ ഞാനിപ്പോൾ ഒരു ന്യൂ ടാബ് അതിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ വരാൻ കുറച്ച് സമയമെടുക്കും. എനിക്ക് തോന്നുന്നു നെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കോമറ്റിൻ്റെ. ഇതിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഇതിൽ ഒരു ഓപ്ഷൻ ട്രൈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രൈ അസിസ്റ്റൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമുക്കൊരു അസിസ്റ്റൻ്റായിട്ട്, AI അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഈ ഒരു കോമറ്റ് എന്ന് പറഞ്ഞ ബ്രൗസർ ആക്ട് ചെയ്യും. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ പ്രൊമോഷണൽ മെയിൽസിന് അൺസബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഇമെയിൽസ് ഫൈൻഡ് ചെയ്യാനും, കലണ്ടർ ബ്ലോക്ക് ചെയ്യാനും, പുതിയ ഈവൻസുകൾ, പുതിയ ന്യൂ ഈവൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതും കൊണ്ട് പറ്റും. ഒരുപാട് പർപ്പസ് ഉണ്ട് നമുക്ക് ഈ കോമറ്റിൻ്റെ അസിസ്റ്റൻ്റ് വഴി. ഒരുപാട് പർപ്പസും കാര്യങ്ങളും ഒരുപാട് അഡ്വാൻറ്റേജസും ഇതിനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാണ്. അതായത് AI വെച്ച് ഒരു ജോലിക്ക് AI അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി വാച്ച് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു ന്യൂ ടാബ് എടുത്തേക്കാണ്.
ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ഫോർ ജോബ് കൊടുക്കുകയാണ്. അപ്ലൈ ഫോർ ജോബ് എന്ന് പറഞ്ഞ ഒരു പ്രോംപ്റ്റ് ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം, അപ്ലൈ ഫോർ ജോബ്. എന്നിട്ട് ഞാൻ എൻ്റെ റെസ്യൂമി ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. എൻ്റെ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഈ ഒരു റെസ്യൂമി അറ്റാച്ച് ചെയ്ത് ഞാനിപ്പോൾ അപ്ലൈ ഫോർ ജോബ് എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ കോമറ്റൻ്റ് ഈ അസിസ്റ്റൻ്റ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി തന്നെ അറിയാം, ഹെൽപ്പ് ചെയ്യാം, എന്തൊക്കെ ജോബ് റോളാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏത് ജോബ് റോളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ പ്രിഫേർഡ് ലൊക്കേഷൻ, പിന്നെ ഏത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെർപ്ലക്സിറ്റിയുടെ കോമറ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു പ്രോംപ്റ്റ് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ഫോർ ദി പൊസിഷൻ ഓഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അക്കൗണ്ട്സ് പേയബിൾ അനലിസ്റ്റ്, സാപ്പ് ഫിക്കോ, കമ്പനീസിൻ്റെ പേര്, പിന്നെ ലൊക്കേഷൻ, ഇത്രയും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രോംപ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് കാണാൻ പറ്റും. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പ്രോസസ്സ്, അപ്ലൈ ചെയ്യണതിൻ്റെ പ്രോസസ്സിന്. മറ്റേ ഈ അസിസ്റ്റൻ്റ് ഓരോ സൈറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ ഒറാക്കിളിൻ്റെ സൈറ്റിലോട്ട് മൈഗ്രേറ്റാണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ജോബിന് അപ്ലൈ ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ, അതിൻ്റെ സ്റ്റാറ്റസാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വർക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാറ്റസ്. ഇതിൻ്റെ മുകളിലായാലും ഇപ്പോൾ കമ്പനിയുടെ ഓരോ കമ്പനിയുടെയും സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒറാക്കിളിൻ്റെ സൈറ്റിലാണ് ഇരിക്കുന്നത്. അതിപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ്, ഓപ്പൺ പൊസിഷൻസ് ഏതെങ്കിലും ഒറാക്കിളുണ്ടോയെന്ന്. ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഇനിയിപ്പോൾ ഇൻഫോസിസിൻ്റെ സൈറ്റ് കാണാം, അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ കറണ്ട് കണ്ടീഷൻ. നമ്മളിങ്ങനെ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തത് നമ്മുടെ റെസ്യൂമിയും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓരോ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്യും.
അവരുടെ സൈറ്റ് ഇപ്പോൾ ഓരോ കമ്പനീസിൻ്റെ സൈറ്റിലായാലും അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, നൗക്കരി പോലെയുള്ള സൈറ്റിലായാലും പോയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഡിലോയിറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണ ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് വീഡിയോ രൂപത്തിൽ കാണാൻ പറ്റും. എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ കോമറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഇപ്പോൾ ഡിലോയിറ്റിൻ്റെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്യാണ് അതിൻ്റെ കരിയർ പേജിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഞാൻ ഇപ്പോൾ കീബോർഡിൽ മൗസിലൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇത് ആണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കമ്പനിയിലേക്കും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ കോമറ്റ് എന്ന ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അസിസ്റ്റൻറ്റ് നമുക്ക് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ റെസ്യൂമി, അതേപോലെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ഒരു പ്രോംപ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രൗസറിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. പോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഇതിങ്ങനെ നമ്മൾ അപ്ലൈ കാണാൻ പറ്റും. നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഓരോ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണതും എല്ലാം നമുക്ക് സെർച്ച് ചെയ്യണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കോമറ്റ് എന്ന് പറഞ്ഞ ബ്രൗസറിന് നമുക്ക് ഒരു അസിസ്റ്റൻ്റ് ആണ്. നമുക്ക് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. ഒരുപാട് സ്ട്രെസ്ഫുള്ളായുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ഒരുപാട് കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ. അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു കോമറ്റ് എന്ന് പറഞ്ഞ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ആ ഒരു ടൈം നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും ഒരുപാട്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒറാക്കിളിൻ്റെ സൈറ്റിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും അതൊക്കെ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഡിലോയിറ്റിൻ്റെയാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ കരിയർ പേജിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ് അക്കൗണ്ട്. നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇത്തരം കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡായിട്ട് തന്നെ ചെയ്തു തരും നമുക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു അസിസ്റ്റൻ്റ് പണിയെടുക്കും ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ്, ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കായാലും ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കായാലും ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു ജോലി കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപകാരപ്രദമാവും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്. സോ എല്ലാവർക്കും താങ്ക് യു.